9-ാം സൂറ അത്തൗബ. ഈ സൂറ സൂറത്തുൽ ബറാഅ എന്ന പേരിലും പ്രസിദ്ധമാണ്. ചില സത്യവിശ്വാസികളിൽ നിന്നുണ്ടായ അപരാധങ്ങൾ മാപ്പാക്കിയതിനെക്കുറിച്ച് ഇതിലൊരിടത്ത് പരാമർശമുള്ളതുകൊണ്ടാണ് തൗബ അഥവാ പശ്ചാത്താപം എന്ന പേര് ലഭിച്ചത്. അധ്യായത്തിന്റെ ആരംഭത്തിൽ മുശ്രിക്കുകളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് ബറാഅ അഥവാ വിമുക്തി എന്ന പേരിനാസ്പദം. ഈ സൂറയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാറില്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് വ്യത്യസ്ത കാരണങ്ങൾ പറയുന്നുണ്ട്. നബി തിരുമേനി തന്നെ ഇതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതിച്ചിരുന്നില്ല. അതിനാൽ സ്വഹാബിമാരും എഴുതിയില്ല. പിൻഗാമികളും അതേ നില തുടർന്നു പോന്നു. ഇതാണ് ഇമാം റാസിയുടെ നിഗമനം. ഇതുതന്നെയാണ് ശരിയും. നബി തിരുമേനിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അതേപടി ഏറ്റുവാങ്ങുന്നതിലും തിരുമേനിയിൽ നിന്ന് ലഭിച്ച അതേ വിധത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലും പാലിക്കപ്പെട്ട കണിശതയ്ക്കും നിഷ്കർഷതയ്ക്കും മറ്റൊരു തെളിവാണിത്. ഈ സൂറയുടെ അവതരണകാലവും പ്രഭാഷണങ്ങളും പരിശോധിക്കാം. 3 പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അധ്യായം. പ്രാരംഭം തൊട്ട് 38-ാം സൂക്തം വരെ നീണ്ടുപോകുന്നു ഒന്നാമത്തെ പ്രഭാഷണം. ഹിജ്റ 9-ാം വർഷം ദുൽഖഅദോ അതിനടുത്ത കാലമോ ആണ് അതിന്റെ അവതരണഘട്ടം. ആ കൊല്ലം നബി തിരുമേനി അബൂബക്കറിനെ ഹാജിമാരുടെ നേതാവായി മക്കയിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഭാഷണം അവതരിച്ചത്. ഉടൻ തന്നെ മുഴുവൻ അറബികൾക്കും പ്രാതിനിധ്യമുള്ള ഹജ്ജ് സമ്മേളനത്തിൽ അത് കേൾപ്പിക്കാനും അതിൽ നിർദ്ദേശിക്കപ്പെട്ട കർമ്മനയം പ്രഖ്യാപിക്കാനുമായി അബൂബക്കറിന്റെ പിന്നാലെ അലി റളിയല്ലാഹു അൻഹുയെ തിരുമേനി അങ്ങോട്ടയക്കുകയുണ്ടായി. രണ്ടാമത്തെ പ്രഭാഷണം 39-ാം സൂക്തം തൊട്ട് 72-ാം സൂക്തം വരെ തുടരുന്നു. ഹിജ്റ 9 റജബിലോ അതിനൽപ്പം മുമ്പോ ആണ് ഇത് അവതരിച്ചത്. അപ്പോൾ നബി തിരുമേനി തബൂക്ക് യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇതിൽ സത്യവിശ്വാസികളെ ജിഹാദിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാപട്യമോ വിശ്വാസ ദൗർബല്യമോ ആലസ്യമോ കാരണം ദൈവമാർഗത്തിൽ ജീവനും ധനവും ത്യജിക്കാൻ സന്നദ്ധരാകാതെ സൂത്രത്തിൽ ഒഴിഞ്ഞുമാറുന്നവരെ ശക്തിയായി അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ പ്രഭാഷണം 73-ാം സൂക്തത്തിൽ ആരംഭിച്ച് സൂറയുടെ അന്ത്യം വരെ നീണ്ടുനിൽക്കുന്നു. തബൂക്കിൽ നിന്നുള്ള മടക്കത്തിലാണ് അതിന്റെ അവതരണം. ഇതേ കാലത്ത് വിവിധ സന്ദർഭങ്ങളിലായി അവതരിച്ച ഏതാനും വചനങ്ങളും ഇതിലുണ്ട്. ദൈവനിർദ്ദേശപ്രകാരം നബി തിരുമേനി പിന്നീടതെല്ലാം ഏകീകരിച്ച് ഈ പ്രഭാഷണ ശൃംഖലയിൽ ഉൾക്കൊള്ളിക്കുകയാണുണ്ടായത്. എന്നാൽ ഒരേ വിഷയത്തെയും ഒരേ സംഭവ പരമ്പരയെയും സ്പർശിക്കുന്നതായതിനാൽ പ്രഭാഷണ ഘടനയിൽ ഒരു ചേർച്ചക്കുറവും തോന്നുകയില്ല. കപടവിശ്വാസികളുടെ നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരുടെ നേരെയുള്ള അധിക്ഷേപം, വിശ്വാസത്തിൽ നിഷ്കളങ്കരെങ്കിലും ദൈവമാർഗത്തിലുള്ള സമരത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നവർക്ക് ആക്ഷേപത്തോടുകൂടി മാപ്പ്, ഇത്രയുമാണ് ഈ പ്രഭാഷണത്തിൽ അടങ്ങിയത്. അവതരണക്രമമനുസരിച്ച് ഒന്നാമത്തെ പ്രഭാഷണം ഏറ്റവും ഒടുവിലത്തേതാണെങ്കിലും വിഷയ പ്രാധാന്യമനുസരിച്ച് അതിനാണ് പ്രഥമസ്ഥാനം. ആകയാൽ മുസ്ഹഫിന്റെ ക്രോഡീകരണത്തിൽ നബി തിരുമേനി അതിനെ ആദ്യത്തിലും ബാക്കിയുള്ള 2 പ്രഭാഷണങ്ങൾ അവസാനത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമുക്കിനി ഈ സൂറയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇതിലെ ഉള്ളടക്കങ്ങളുമായി ബന്ധപ്പെടുന്ന സംഭവ പരമ്പരകൾ ഹുദൈബിയ സന്ധിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഹുദൈബിയ വരെയുള്ള 6 വർഷത്തെ നിരന്തര ത്യാഗപരിശ്രമങ്ങളുടെ ഫലമായി അറേബ്യയുടെ ഏകദേശം 1/3 ഭാഗം ഇസ്ലാമിന് അധീനമായി. ഒരു സംഘടിത സമൂഹത്തിന്റെ മതമായും ഒരു സമ്പൂർണ്ണ നാഗരിക സാംസ്കാരിക വ്യവസ്ഥിതിയായും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമായും അത് വളർന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിന് താരതമ്യേന കൂടുതൽ സമാധാനപരമായ ചുറ്റുപാടിൽ നാനാഭാഗത്തും സ്വാധീനം വികസിപ്പിക്കാനുള്ള അവസരം കൈവന്നു. സൂറ മാഇദയുടെയും സൂറ അൽ ഫതഹിന്റെയും ആമുഖ പ്രഭാഷണത്തിൽ നാം ഇക്കാര്യം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത സന്ധിയെ തുടർന്ന് 2 ചാലുകളിലൂടെ മുന്നേറിക്കൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ പിൽക്കാലത്ത് സുപ്രധാനമായ ചില പ്രത്യാഘാതങ്ങൾ ഉളവാക്കി. അതിലൊന്ന് അറേബ്യയുമായും മറ്റൊന്ന് റോമാ സാമ്രാജ്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം ആദർശ പ്രബോധനത്തിനും നേടിയെടുത്ത ശക്തി ഭദ്രമാക്കുന്നതിനും പല നയങ്ങളും അവലംബിക്കപ്പെട്ടു. അതിന്റെ ഫലമായി 2 വർഷത്തിനകം അറേബ്യയിൽ ഇസ്ലാമിന്റെ സ്വാധീനവൃത്തം വളരെ വിപുലമായി തീർന്നു. പഴഞ്ചൻ ജാഹിലിയത്ത് തികച്ചും നിസ്സഹായമായി തീരുമാറ്
ഇസ്ലാം വമ്പിച്ച ശക്തി ആർജിച്ചു. ഒടുവിൽ ഖുറേശികളിലെ കൂടുതൽ ആവേശഭരിതരായ വിഭാഗം പരാജയം കണ്ട് സഹിക്കവയ്യാതെ ഹുദൈബിയ സന്ധി ലംഘിച്ച് ആ തടസ്സം തട്ടിമാറ്റി. ഇസ്ലാമുമായി അവസാന കൈനോക്കാൻ മുതിരുകയായിരുന്നു അവർ. എന്നാൽ സന്ധി ലംഘനത്തിന് ശേഷം നബി തിരുമേനി അവർക്ക് ഒട്ടും സാവകാശം നൽകിയില്ല. ഹിജ്റ 8-ാം വർഷം റമളാനിൽ പെട്ടെന്നുള്ള സായുധ പ്രവർത്തനത്തിലൂടെ മക്കയെ മോചിപ്പിച്ചു. ഇവിടെ സൂറ അൽ അൻഫാൽ 58-ാം സൂക്തത്തിന് നാം കേൾപ്പിച്ച വിശദീകരണം അനുസ്മരണീയമാകുന്നു. അനന്തരം പഴഞ്ചൻ ജാഹിലിയ വ്യവസ്ഥിതിയുടെ ഒടുക്കത്തെ പിടച്ചിലാണ് ഹുനൈൻ യുദ്ധത്തിൽ നടന്നത്. മക്ക കീഴടങ്ങിയതോടെ സമ്പൂർണ്ണ വിജയത്തിലേക്കായിരുന്നു ഇസ്ലാമിക വിപ്ലവ സംസ്കരണ പ്രസ്ഥാനം നീങ്ങിക്കൊണ്ടിരുന്നത്. അതിനെ തടഞ്ഞു നിർത്താനായി ഹവാസിൻ, സഖീഫ്, നദർ, ജുഷം തുടങ്ങിയ ജാഹിലിയ ഗോത്രങ്ങൾ സർവശക്തി സന്നാഹങ്ങളോടെ ഹുനൈനിൽ താവളമടിച്ചു. പക്ഷേ ആ ശ്രമവും വിഫലമാവുകയാണുണ്ടായത്. ഹുനൈൻ വിജയത്തോടെ അറേബ്യയുടെ ഭാഗധേയം ഖണ്ഡിതമായി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇനിമേൽ അത് ഇസ്ലാമിക ഗേഹമായിട്ടേ നിലകൊള്ളൂ. തുടർന്ന് ഒരു വർഷം തികഞ്ഞില്ല, അറേബ്യയുടെ ഭൂരിഭാഗവും ഇസ്ലാമിക ആധിപത്യത്തിന് കീഴിലായി. ജാഹിലീയത്തിന്റെ ഏതാനും ശിഥില ശകലങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്നുവെന്നു മാത്രം. ഇതേ കാലത്ത് വടക്ക് റോമൻ അതിർത്തികളിലുണ്ടായ ചില സംഭവങ്ങൾ ഈ വിജയ പരമ്പരയെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് കൂടുതൽ സഹായകമായി തീർന്നു. 30,000 വരുന്ന ഒരു പ്രബല സൈന്യവുമായി നബി തിരുമേനി അങ്ങോട്ട് ചെന്നതിൽ പ്രദർശിപ്പിച്ച ധൈര്യവും മുസ്ലിങ്ങളെ നേരിടുന്നതിൽ റോമക്കാർ കാണിച്ച ദൗർബല്യവും അറേബ്യയാസകലം തിരുമേനിക്കും ഇസ്ലാമിനും വമ്പിച്ച മതിപ്പും ബഹുമാനവും നേടിക്കൊടുത്തു. അതുകൊണ്ടുതന്നെ തിരുമേനി തബൂക്കിൽ നിന്ന് മടങ്ങിയെത്തുമ്പോഴേക്കും അറേബ്യയുടെ നാനാഭാഗത്തു നിന്നും ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിനിധി സംഘങ്ങൾ വന്ന് ഇസ്ലാമിനോട് കൂറു പ്രഖ്യാപിച്ചു തുടങ്ങി. ഇങ്ങനെ വിവിധ ഗോത്രങ്ങളുടെയും നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും പ്രതിനിധികളായി വന്ന സംഘത്തെപ്പറ്റി ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 70ഓളം സംഘങ്ങളുണ്ടായിരുന്നു അവർ. അറേബ്യയുടെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘങ്ങൾ വരികയുണ്ടായി. ഈ അവസ്ഥാവിശേഷത്തെയാണ് ഖുർആൻ വർണ്ണിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ദൈവസഹായം സമാഗതമാവുകയും വിജയം ലഭിക്കുകയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദൈവിക ദീനിൽ പ്രവേശിക്കുന്നത് താങ്കൾ കാണുകയും ചെയ്യുമ്പോൾ. ഇനി നമുക്ക് തബൂക്ക് യുദ്ധത്തെ ഒന്ന് പരിചയപ്പെടാം. റോമ സാമ്രാജ്യവുമായുള്ള വടംവലി മക്ക വിജയത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം മത പ്രചാരണാർത്ഥം നബി തിരുമേനി പ്രബോധന സംഘങ്ങളെ അയച്ചിരുന്നു. അവയിലൊന്ന് വടക്കു ഭാഗത്ത് സിറിയൻ അതിർത്തിക്ക് തൊട്ടുകിടക്കുന്ന ഗോത്രവർഗ്ഗങ്ങളിലേക്കും ചെന്നു. റോമാ സാമ്രാജ്യത്തിന്റെ സ്വാധീന വലയത്തിലായിരുന്ന ഈ ഗോത്രക്കാർ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. ദാത്തുത്വൽഹ് അഥവാ ദാത്തുൽ അത്ലാഹ് എന്ന സ്ഥലത്ത് വെച്ച് പ്രബോധക സംഘത്തിലെ 15 പേരെ ഇവർ വധിച്ചു കളഞ്ഞു. സംഘം നേതാവ് കഅബ് ഇബ്നു ഉമൈർ ഗിഫാരി മാത്രമേ രക്ഷപ്പെട്ട് മടങ്ങിയെത്തിയുള്ളൂ. ഇതേ കാലത്ത് ബുസ്രായുടെ തലവനായ ശുറഹബീൽ ഇബ്നു അംറിന്റെ അടുത്തേക്കും തിരുമേനി ഇസ്ലാമിക സന്ദേശം അയച്ചിരുന്നു. എന്നാൽ തിരുമേനിയുടെ ദൂതൻ ഹാരിസ് ബിൻ ഉമൈറിനെ അയാൾ വധിക്കുകയാണുണ്ടായത്. ക്രൈസ്തവനായ ഈ ബുസ്ര നേതാവ് റോമാ ചക്രവർത്തിയുടെ സാമന്തനായിരുന്നു. ഇക്കാരണത്താൽ ഹിജ്റ 8-ാം വർഷം ജമാദുൽ ഊലായിൽ തിരുമേനി 3000 മുജാഹിദുകളടങ്ങുന്ന ഒരു സൈന്യത്തെ സിറിയൻ അതിർത്തിയിലേക്ക് അയച്ചു. ഈ പ്രദേശം മുസ്ലിങ്ങൾക്കൊരു നിർഭയ മേഖലയായി തീരാനും അവിടുത്തുകാർ മുസ്ലിങ്ങളെ ദുർബലരെന്ന് കരുതി കയ്യേറ്റം ചെയ്യാൻ ധൈര്യപ്പെടാതിരിക്കാനുമായിരുന്നു ഈ നടപടി. മുസ്ലിം സൈന്യം മആനീന് സമീപമെത്തിയപ്പോൾ ശുറഹബീൽ 1,00,000 വരുന്ന ഒരു വൻ സൈന്യവുമായി പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിവായി. റോമാ ചക്രവർത്തി സീസർ തന്നെ ഹിംസിൽ താവളമടിച്ചിട്ടുണ്ടെന്നും തന്റെ സഹോദരൻ തിയോഡോറിന്റെ നായകത്വത്തിൽ 1,00,000 വരുന്ന മറ്റൊരു സൈന്യത്തെ അയച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചു. എന്നാൽ സംഭ്രമജനകമായ ഈ വാർത്തകൾ ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴും 3000 ധീരാത്മാക്കളുടെ ആ കൊച്ചു സംഘം മുന്നോട്ട് തന്നെ ഗമിച്ചു. മുഅത്ത എന്ന സ്ഥലത്ത് വെച്ച് ശുറഹബീലിന്റെ 1,00,000 വരുന്ന സൈന്യവുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ ധീരസാഹസികതയിൽ മുസ്ലിം യോദ്ധാക്കൾ പറ്റെ ചതഞ്ഞരഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നാൽ 1ഉം 33ഉം തമ്മിലുണ്ടായ ഈ സംഘട്ടനത്തിൽ അവിശ്വാസികൾക്ക് മുസ്ലിങ്ങളെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ദൃശ്യം
അറേബ്യയെയും മധ്യപൗരസ്ത്യ ദേശങ്ങളെ ആകെ തന്നെയും അത്ഭുതസ്തബ്ധരാക്കി. സിറിയയും സമീപസ്ഥമായ അർദ്ധസ്വതന്ത്ര അറേബ്യൻ ഗോത്രങ്ങളും കിസ്രായുടെ അധീനത്തിലിരുന്ന ഇറാഖിന്റെ സമീപത്തുള്ള നജ്ദി ഗോത്രങ്ങൾ പോലും ഇസ്ലാമിന്റെ ഭാഗത്തേക്ക് ആകർഷിക്കപ്പെട്ടു. അവരിൽ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പ്രചോദനമായത് ഈ സംഭവമായിരുന്നു. അബ്ബാസ് ബിൻ മിർദാസ് സുൽമി നായകനായ ബനു സുലൈം, അഷ്ജ, റത്ഫാൻ, ദുബിയാൻ, ഫസാറ എന്നീ ഗോത്രങ്ങളിൽപ്പെട്ടവർ ഇസ്ലാം ആശ്ലേഷിച്ചതും ഇതേ കാലത്താണ്. റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ അറബി സൈന്യങ്ങളുടെ കമാൻഡറായ ഫർവത്ത് ബിൻ അംറിൽ ജുദാമി ഇസ്ലാം സ്വീകരിച്ചതും ഇക്കാലത്തു തന്നെ. അദ്ദേഹം തന്റെ വിശ്വാസത്തെ ചോര കൊടുത്ത് സാക്ഷ്യപ്പെടുത്തിയ സംഭവം അയൽപ്രദേശങ്ങളെയാകെ നടുക്കിക്കളഞ്ഞു. ഫർവത്ത് ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ സീസർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊട്ടാരത്തിലേക്ക് വരുത്തിക്കുകയും രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്ലാം ഉപേക്ഷിക്കുക, അതിന്റെ ഫലമായി തനിക്ക് മോചനം ലഭിക്കുമെന്ന് മാത്രമല്ല, കമാൻഡർ പദവി തിരിച്ചു കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇസ്ലാമിൽ തുടർന്നുകൊണ്ട് വധശിക്ഷ അനുഭവിച്ചുകൊള്ളുക. ഫർവത്ത് സന്തോഷപൂർവം ഇസ്ലാമിനെ തെരഞ്ഞെടുക്കുകയും സത്യമാർഗത്തിൽ ജീവൻ അർപ്പിക്കുകയും ചെയ്തു. അറേബ്യയിൽ നിന്ന് ഉയർക്കൊണ്ട് റോമ സാമ്രാജ്യത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്ന അപകട ഭീഷണിയുടെ ഗൗരവം സീസർക്ക് ബോധ്യമാക്കി കൊടുത്ത സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. അടുത്ത വർഷം തന്നെ മുസ്ലിങ്ങളോട് മൂത്ത യുദ്ധത്തിന് പകരം വീട്ടാനായി സീസർ സിറിയൻ അതിർത്തികളിൽ സൈനിക സജ്ജീകരണം ആരംഭിച്ചു. ചുവടൊപ്പിച്ച് ഗസ്സാനിലെയും മറ്റും അറബി തലവന്മാരും സൈന്യശേഖരം തുടങ്ങി. തിരുമേനി ഒന്നിനെക്കുറിച്ചും അറിയാതിരുന്നില്ല. ഇസ്ലാമിക പ്രസ്ഥാനത്തെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കുന്ന ഏറ്റവും നിസ്സാരമായ ചലനങ്ങളെക്കുറിച്ച് പോലും തിരുമേനി സദാ ബോധവാനായിരുന്നു. അവിടുന്ന് ഈ സജ്ജീകരണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ വൈകിയില്ല. ഒട്ടും സംശയിച്ചു നിൽക്കാതെ സീസറിന്റെ വൻപടയുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ അണുവോളം ദൗർബല്യം കാണിച്ചിരുന്നെങ്കിൽ അന്നോളം നേടിയെടുത്തതെല്ലാം തകർന്നു പോയേനെ. ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അറേബ്യൻ ജാഹിലിയത്ത് ഹുനൈനിൽ മാരകമായ പ്രഹരം ഏറ്റുവാങ്ങിയെങ്കിലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. മദീനയിലെ കപടവിശ്വാസികളാണ് മറുവശത്ത്. അബു ആമിർ എന്ന പുരോഹിതൻ മുഖേന ഗസ്സാനിലെ ക്രൈസ്തവ രാജാവുമായും സീസറുമായി തന്നെയും അവർക്ക് രഹസ്യവേഴ്ചകളുണ്ടായിരുന്നു. തങ്ങളുടെ കുത്തിത്തിരിപ്പുകൾക്ക് മതത്തിന്റെ മറയിടാനായി മദീനയ്ക്ക് തൊട്ടടുത്ത് മസ്ജിദുൽ ഇറാർ പണിതിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിനെ ഗളച്ഛേദം ചെയ്യാൻ തക്കം പാർത്തിരുന്ന ഇക്കൂട്ടർ ശരിക്കും സന്ദർഭം ഉപയോഗപ്പെടുത്തുമായിരുന്നു. സീസറാകട്ടെ നേരിട്ട് തന്നെ കടന്നാക്രമിക്കാൻ കോപ്പുകൂട്ടുകയും ഇറാനികൾക്ക് പരാജയമേൽപ്പിച്ചതിനെ തുടർന്ന് സമീപ വിദൂര ദേശങ്ങളാസകലം സീസറിന്റെ പ്രൗഢി നിറഞ്ഞു നിന്ന ഘട്ടമായിരുന്നു അത്. ഈ 3 ഭയങ്കര വിപത്തുകളുടെ സംഘടിത മുന്നേറ്റത്തിൽ അതുവരെ വിജയം വരിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക ശക്തി പെട്ടെന്ന് തകർന്നു പോകുമായിരുന്നു. സത്യപ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ ജീവൻ മരണ പ്രതിസന്ധിയാണിതെന്ന് മനസ്സിലാക്കി നബി തിരുമേനി അതിദുഷ്കരമായ പ്രശ്നങ്ങൾ നിലവിലിരിക്കെ തന്നെ യുദ്ധസന്നാഹത്തിന് പൊതുകൽപ്പന നൽകി. നാട്ടിൽ കഠിനമായ ക്ഷാമവും വരൾച്ചയും, അത്യുഗ്രമായ ഉഷ്ണം, കൊയ്ത്തടുത്ത കാലം, വാഹനങ്ങളും സാധന സാമഗ്രികളും ഒരുക്കുന്നതിലുള്ള കടുത്ത പ്രയാസം, പണത്തിന്റെ കുറവ്, ലോകത്തിലെ 2 വൻ ശക്തികളിലൊന്നിനെയാണ് നേരിടാൻ പോകുന്നതും. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ തിരുമേനി പതിവിന് വിപരീതമായി യാത്രോദ്ദേശ്യം തുറന്നു പ്രഖ്യാപിച്ചു. അതുവരെ യുദ്ധങ്ങളിൽ പോകുന്ന സ്ഥലത്തെയും നേരിടാനുള്ള ശത്രുവിനെയും പറ്റി അവസാന സമയം വരെ ആർക്കും ഒരറിവ് നൽകാതിരിക്കുകയായിരുന്നു അവിടുത്തെ സമ്പ്രദായം. എന്നല്ല, മദീനയിൽ നിന്ന് പുറപ്പെട്ട ശേഷവും ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് സാധാരണ മാർഗം തെറ്റി വളഞ്ഞ വഴിയിലൂടെയാണ് യാത്ര ചെയ്യാറുള്ളതും. എന്നാൽ ഇത്തവണ അത്തരം മറകളെല്ലാം മാറ്റിവെച്ച് റോമ സാമ്രാജ്യത്തോടാണ് ഏറ്റുമുട്ടുന്നതെന്നും സിറിയയിലേക്കാണ് പോകുന്നതെന്നും തിരുമേനി വ്യക്തമാക്കുകയുണ്ടായി.